യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി, അതുപോലെ എഴുകോൺ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ നിലവിൽ വാർഡംഗവുമായിരുന്നു. ആ രതീഷ് കിളിത്തട്ടിലാണ് കഴിഞ്ഞ ദിവസം CPM-ലേക്ക് വന്നത്. ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവനും ഈ CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസനങ്ങൾ, അങ്ങനെ എല്ലാത്തിനെയും പരിഹസിക്കുകയാണ്. തൊഴിൽ മേഖല മൊത്തം തകർന്നെന്നൊക്കെ പറയുന്നു. ഇത്രയും കാലം കോൺഗ്രസിൽ ഉണ്ടായിരുന്ന അങ്ങ് ഇപ്പൊ CPM-ലേക്ക് വന്നിട്ടുണ്ട്. അതിനൊരു കാരണം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ പ്രതിപക്ഷം ഇപ്പൊ ഈ കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? അല്ല, പ്രതിപക്ഷത്തിന് ഇതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പ്രതിപക്ഷം പറയുന്നതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ തുടർച്ചയായി കേരളത്തിൻ്റെ ചരിത്രത്തിലെ രണ്ടാം ഗവൺമെൻറ്, ഇടത് ഗവൺമെൻറ് വരുന്ന സാഹചര്യം ഉണ്ടായത് തന്നെ ഈ പ്രതിപക്ഷം പറയുന്നതിനകത്ത് ജനം അത് കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ പോലും ജനപ്രതിനിധിയായി തുടർച്ചയായി പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനങ്ങൾ എപ്പോഴും ഏറ്റെടുക്കുന്നത് ഇടതുപക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിക്കുമ്പം പഞ്ചായത്ത് മെമ്പറായി ഏറ്റവും കൂടുതൽ നമുക്ക് ഷൈൻ ചെയ്യാൻ കഴിയുന്നത്, ജനങ്ങളുടെ അംഗീകാരം നേടാൻ കഴിയുന്നത് ഇടത് ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ്. ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതി, ഇപ്പം 4,75,000 കുടുംബങ്ങൾക്ക് വീട് കൊടുത്തു എന്ന് പറയുന്നത് യാഥാർത്ഥ്യ കാര്യം. ഞാൻ എൻ്റെ വാർഡിൽ തന്നെ 34 കുടുംബങ്ങളാണ് വീട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ UDF കാലത്ത് പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്. അന്ന് വളരെ ചുരുക്കം വീടുകൾ മാത്രമേ കൊടുക്കാൻ കഴിയൂ. ഞങ്ങൾ എപ്പോഴും കോൺഗ്രസ്സുകാരായ മെമ്പർമാരുടെ തന്നെ പറയും, ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് ഈ വീടൊക്കെ കൊടുക്കാൻ കഴിയുക എന്നുള്ളത്. ഇവിടെ അതിദാരിദ്ര്യത്തെ കുറിച്ചുള്ള വിഷയം നമുക്ക് ഒരുപാട് നെഗറ്റീവ് ക്യാമ്പയിൻ. ഞാനിവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അതിദാരിദ്ര്യരുടെ ഒരു സർവേ നടക്കുന്നത്, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത, ഇവിടെ റേഷൻ കാർഡോ ആധാറോ ജീവിതത്തിലില്ലാത്ത ഒരുപാട് പേര്, 104 വയസ്സുള്ള ഒരു അദ്ദേഹത്തിന് ആദ്യമായി റേഷൻ കാർഡും ആധാറും വോട്ടർ ID കാർഡും ഉണ്ടാക്കി കൊടുത്ത് അതിദരിദ്ര സർവേയുടെ ഭാഗമായിട്ടാണ്. അവരെ സമൂഹം അഡ്രസ്സ് ചെയ്തു, അവരെ കൊണ്ടുവന്നു, അവർക്ക് അർഹമായ പരിഗണന കൊടുത്തു, അവരെ ഒരു ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരികയാണ് അതുവരെ സർവേയിലൂടെ ചെയ്തത്. അതൊരു മാറ്റം തന്നെയാണ്. അവർക്ക് സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളിലാക്കി മാറ്റി. മറ്റൊരു, ഞാൻ കശുവണ്ടി മേഖലയുമായി ബന്ധപ്പെട്ട് യൂണിയന്റെ ചാർജ് നോക്കുന്ന ആളാണ്. സത്യത്തിൽ എല്ലാവരും പറയും, അത് UDF-നകത്ത് നിൽക്കുന്ന ആളുകളും പറയും, കശുവണ്ടി മേഖലയിലെ തൊഴിലാളികൾക്ക് ജോലി കൊടുത്തത് ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്ത് മാത്രം ഇത്രയധികം ജോലി കിട്ടുന്നത്. UDF കാലത്ത് അത് പലതരത്തിലുള്ള അഴിമതികളും മറ്റു പ്രശ്നങ്ങളുമായി അടഞ്ഞു കിടന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ തൊഴിൽ കിട്ടുന്നത് അത് അതിൻ്റെ ഒരു പ്രതിസന്ധി കശുവണ്ടി മേഖലയിൽ വലതുപക്ഷ യൂണിയൻ എല്ലാം അനുഭവിക്കുന്നുണ്ട്. ഇടത് യൂണിയനിൽ കശുവണ്ടി മേഖല ശക്തി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ ശക്തമായ പ്രവർത്തനം ഇടത് ഗവൺമെൻറ്റുകൾ വരുമ്പോൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. തൊഴിലാളി ഇപ്പോൾ തൊഴിലുറപ്പിൽ തന്നെ ഞങ്ങൾ തമാശയായി പറയും, തൊഴിലുറപ്പിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ മുൻകാലങ്ങളിൽ നിന്ന് UDF ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്തേക്കാൾ കൂടുതൽ തൊഴിലാളികൾ കുറവാണെന്ന് പറയും. എന്ത് കാര്യം വെച്ചാൽ UDF ഗവൺമെൻറ് കേരളം ഭരിക്കുമ്പം കശുവണ്ടി മേഖല ജോലിയില്ല, അപ്പോൾ തൊഴിലുറപ്പിൽ ആൾ കൂടും. ഇപ്പം കശുവണ്ടി തൊഴിലാളികൾ തൊഴിലുറപ്പ് മേഖലയിൽ കുറവാണ്, കാരണം അവർക്ക് ജോലിയുണ്ട്, കാഷ്യൂ കോർപ്പറേഷനിലൊക്കെ ജോലിയുണ്ട്. അപ്പോൾ ആ നിലയിലൊക്കെ അടിസ്ഥാന ജനവിഭാഗവുമായി ചേർന്ന് നിന്ന് ഉള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷം ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട് പ്രതിപക്ഷം നടത്തുന്ന ക്യാമ്പയിനുകൾ വിജയിക്കാതെ പോകുന്നു. ഇപ്പോഴും ജനങ്ങളെ ബന്ധപ്പെടുന്ന പെൻഷൻ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ദീർഘകാലത്തെ മുടക്കങ്ങളൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ പോലും ഈ ഗവൺമെൻറ് വന്ന് കൃത്യമായി പെൻഷൻ കൊടുക്കാൻ കഴിയുന്നു, ആളുകളിലേക്ക് ഈ പൈസ എത്തുന്നുണ്ട്. അപ്പോൾ ആ പൈസ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ആവശ്യത്തിന് അത് ഉപകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജനങ്ങളത് 2,000 രൂപയാക്കി ഉയർത്തിയത് തന്നെ ആ ജനപക്ഷ നിലപാടിൻ്റെതാണ്. അത് ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ 1,000 രൂപ വീട്ടമ്മമാർക്ക് കൊടുക്കാൻ കഴിയുന്ന കാര്യം പോലും അത് നേരിട്ട് ജനങ്ങളിലേക്ക്, ഇപ്പോൾ ആളുകൾ പറയും കിറ്റ് കൊടുത്ത് വോട്ട് പിടിച്ചു എന്ന് പ്രതിപക്ഷം കളിയാക്കുമ്പോൾ കിറ്റ് കൊടുക്കുന്നത് ആ കിറ്റ് ജനത്തിന് ആവശ്യമാണ്. അവർ ഏറ്റവും ബുദ്ധിമുട്ടി ഒരു വരുമാനം ഇല്ലാതിരുന്ന കോവിഡിന്റെ കാലത്ത് അവർക്ക് വീട്ടിൽ അന്നം കഴിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവനോട് ഒരു ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയാണ്. ആ പ്രതിബദ്ധതയാണ് ഒരു തുടർഭരണം പോലും ഇവിടെ ഇടത് ഗവൺമെന്റിന് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു പാതയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നുള്ളത് കൊണ്ട് കേരളത്തിൽ ഇടത് ഗവൺമെന്റിന്റെ ഒരു തുടർഭരണത്തിനുള്ള 100% സാധ്യത ഈ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നിലനിൽപ്പുണ്ട്. അത് പ്രതിപക്ഷത്തിൽ തന്നെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ പലപ്പോഴും നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ പോയാൽ, മുന്നോട്ട് പോയാൽ ഒരു ഗവൺമെന്റ് വരുന്ന UDF ഗവൺമെന്റ് വരുന്ന സാധ്യമല്ല എന്ന് പറയുന്നത് ഞാൻ നേരിട്ട് കേട്ട് അനുഭവപ്പെട്ടിട്ടുള്ള ആളാണ്. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിനെ തള്ളിപ്പറയുകയല്ല, അതേസമയം ഫാക്ട് അല്ലെ, ഒരു സത്യം, അതായത് അവിടെ ഇരുന്നപ്പോൾ അനുഭവിച്ച കാര്യങ്ങൾ, കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ, യോഗങ്ങളിലും കമ്മിറ്റികളിലും മറ്റും ഇതൊക്കെ ഈ ഇടതുപക്ഷത്തെ ഇത്രയും ക്ഷേമ പ്രവർത്തനങ്ങളും വികസനങ്ങളും നടപ്പിലാക്കുമ്പോൾ ഇടതുപക്ഷത്തെ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു രാഷ്ട്രീയ കുതന്ത്രം പ്രതിപക്ഷത്തിന് അതല്ലേ ചെയ്യാൻ കഴിയുമെന്ന് രതീഷ് ആദ്യം പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലാണ്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.